വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈസി ഒന്നും ഉണ്ടാവില്ല. വെറും 10 മിനിറ്റിനുള്ളിൽ ബ്രെഡും മുട്ടയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ള സ്നാക്കാണ്. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. അപ്പോൾ നോമ്പിനൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. ഞാനിപ്പോൾ 6 ബ്രെഡിനുള്ളതാണ് ചെയ്യുന്നത്. 6 വലിയ വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാൻഡ്വിച്ച് ബ്രെഡോ അല്ലാതെ നിങ്ങൾക്ക് ഏതാ അവൈലബിൾ ആയിട്ടുള്ള ബ്രെഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രെഡ് എടുക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബ്രെഡിൻ്റെ നടുവിലുള്ള പോർഷൻ നമുക്ക് ഒരു സ്ക്വയറിൻ്റെ ഷേപ്പിൽ, അതായത് ചതുരത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ഞാനിപ്പോൾ ഒരു ബ്രെഡിൻ്റെതായിട്ട് കാണിച്ചു തരാം. ആദ്യം കത്തി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ തന്നെ മതി. അപ്പോൾ ഈസി ആയിട്ട് കട്ടായിട്ട് വരും. പിന്നെ ഒരുപാട് പെർഫെക്ഷനായിട്ട് കട്ട് ചെയ്യണം എന്നൊന്നുമില്ല. കാരണം നമ്മളിത് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ പെർഫെക്ഷനിൽ കട്ട് ചെയ്തൊന്നും കാണാനായിട്ട് പോകുന്നില്ല. അപ്പം മാക്സിമം കഴിയുന്ന അത്രയും നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക, അത്രേ ആവശ്യമുള്ളൂ. ഈ ഒരു രീതിയിലാണ് നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഈസി റെസിപ്പിയാണെന്നുള്ളത്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്നതും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ബ്രെഡ് അട്ടിക്ക് വെക്കുക, ഒന്നിന് മേലെ ഒന്നായിട്ട് വെക്കുക. അതിനുശേഷം ഈ ചെയ്ത പോലെ തന്നെ കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് നടുവെന്നൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പണി കഴിയും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ബ്രെഡ് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ 6 ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നടുവിലുള്ള പോർഷനും അരികിലുള്ള പോർഷനും സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. ഞാൻ 3 വലിയ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതല്ല. ഏറ്റവും ബെസ്റ്റ് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലും റൂം ടെമ്പറേച്ചറിലുള്ള സാദാ പാൽ തന്നെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് സവാളയാണ്, അതായത് നമ്മുടെ വലിയ ഉള്ളി. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ആവശ്യമായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഗ്രീനും റെഡും ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ 2 എടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ കാണാനും കുറച്ച് കളർഫുള്ളായിരിക്കും. ഇത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാപ്സിക്കത്തിൻ്റെ പകുതിയൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ മാത്രമേ ഉള്ളെങ്കിൽ ഗ്രീൻ മാത്രം ഇട്ടാൽ മതി. കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള വളരെ കുറച്ച് കുരുമുളക് പൊടി മാത്രം മതി. അതുപോലെ തന്നെ ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ സാധാരണ ഓംലേറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുക്കൂലേ, അതുപോലെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ കൂട്ട് റെഡിയായി. ഇത്രയും ചേരുവകളുള്ളൂ. ഉള്ളി വഴറ്റി മുട്ട വേറെ വേവിക്കുക അങ്ങനത്തെ ഒരു പരിപാടി നമുക്കിതിലില്ല. ഞാനൊരു വലിയ നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കിട്ടുക. ബട്ടർ ഇല്ലാത്തവർക്ക് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഗീയോ ഉപയോഗിക്കാം. ഫ്ലെയിം നല്ല ചെറുതാക്കിയിട്ട് വെക്കുക. എന്നിട്ട് ബ്രെഡിൻ്റെ അരികു വശം ഇതുപോലെ പാനിൽ വെച്ച് കൊടുക്കാം. പാന് നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഫ്ലെയിം താത്തി വയ്ക്കാനായിട്ട്. എന്നിട്ട് ഈ 2 ബ്രെഡിൻ്റെ അകത്തും നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും കട്ടിയിൽ ഒഴിക്കേണ്ട. അതുപോലെ തന്നെ ആ ഒരു ഒഴിഞ്ഞ ഭാഗം നിറയുന്ന രീതിയിൽ ഒഴിക്കരുത്. തിന്നായിട്ടുള്ളൊരു ലെയർ മാത്രം മതി. ഞാനിപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഉള്ളിയും ക്യാപ്സിക്കം ഒന്ന് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്നൊന്ന് ലെവലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു മൂടി ഉപയോഗിച്ച് അടച്ച് വെക്കുന്നുണ്ട്. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പം തന്നെ ആ മുട്ട കുക്കായി കിട്ടും. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ഷ്രെഡഡ് മൊസറല്ല ചീസില്ലേ, അത് വെച്ച് കൊടുക്കാം. മൊസറല്ല ചീസ് ഇല്ലാത്തവർക്ക് അത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് വലിക്കുന്ന സമയത്ത് നല്ല ആ ഒരു ചീസ് പുള്ളിങ് കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ ഫ്ലേവറിനായിട്ട് ഞാൻ ചെഡാർ ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസിന് പ്രത്യേകം ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ചെഡാർ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ബർഗർ ചീസ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്ന സെയിം ചീസ് തന്നെയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വളരെ കുറച്ച് മുട്ടയുടെ മിക്സ് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ നടുവിലുള്ള സ്ക്വയർ പീസില്ലേ, അത് ഇതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കാനായിട്ടാണ്. ഞാൻ ആ ഒരു പീസ് ബ്രെഡിൻ്റെ മേലെ വെച്ചിട്ട് ചെറുതായിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു തവി കൊണ്ടോ നിങ്ങൾക്ക് പ്രസ് ചെയ്യാം.
ഈ സമയമൊക്കെ ഫ്ലെയിം ലോ ആയിട്ട് തന്നെ വെക്കണം. നമ്മൾ വെച്ച ചീസ് ഒന്ന് മെൽറ്റ് ആവാനായിട്ട് നമുക്ക് ഒരു 30 സെക്കൻഡ്സ് ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ തന്നെ ചീസ് മെൽറ്റായി കിട്ടും. അതിനുശേഷം നമ്മൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യുന്ന പോലെ ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ബ്രെഡും മുട്ടയല്ലേ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മൾ സാധാരണ ബ്രെഡൊക്കെ വാട്ടുന്ന ആ ഒരു സമയം എടുക്കുകയുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ മുട്ടയുടെ വശം കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മുട്ട പെട്ടെന്ന് കരിഞ്ഞു പോവും. അതാണ്. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല ബ്രൗൺ കളറായി വരുന്നവരെ ഞാനിത് ടോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്നാക്ക് റെഡിയാണ്. ചീസിൻ്റെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടിടാം. ഞാനിപ്പോൾ വെച്ച പോലെ ഫുൾ സ്ലൈസ് ചീസ് വെക്കണം എന്നൊന്നും നിർബന്ധമില്ല. ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെച്ചാലും മതി. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇടുമ്പോൾ ഞാൻ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാനും പറ്റും. അപ്പം ഞാനിനി നിങ്ങൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തുള്ള ചീസ് പുള്ളിങ് ഒക്കെ എങ്ങനെയാണ് ഉള്ളതെന്ന്. ഞാനിതിൻ്റെ സൈഡൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കത്തി കൊണ്ട്, ഈസി ആയിട്ടൊന്ന് മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ ചീസൊക്കെ നല്ലോണം ഊസ് ഔട്ടായിട്ട് നല്ല ചീസ് പുള്ളിങ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കിഡിലൻ ടേസ്റ്റുള്ള സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് സാൻഡ്വിച്ച് പോലെ കട്ട് ചെയ്തിട്ടും സെർവ് ചെയ്യാം. ഇൻഗ്രീഡിയൻസും ടിപ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക്